അവൻ ഒരു കഥയും പറഞ്ഞതില്ല 10 സെന്റ് കിടന്നവനാണ് അവൻ മരിച്ചെങ്കിൽ അന്വേഷിക്കട്ടെ. കള്ളൻ, കൊള്ളക്കാരൻ, മോഷ്ടാവ്, സ്ത്രീലമ്പടൻ, അദ്ദേഹത്തിന്റെ ഭാര്യ താഴെ കടയിലിരിക്കുമ്പോൾ ഈ മര്യാദകേടുകൾ മുകളിൽ മൈക്കിട്ട് പ്രസംഗിക്കുക. നിന്റെ കൊള്ളരുതാത്ത ഏക അവയവം നാക്ക. അയാൾക്കെതിരെ ആരും ചോദിക്കാനും സംസാരിക്കാനും ഇല്ല എന്നുള്ള ഹുങ്കാണ്. ഇയാളാരാ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? ഈ വെള്ളാപ്പള്ളി ആരാണ്? അയാൾക്ക് എന്ത് യോഗ്യതയാണ് ശ്രീനാരായണീയരുടെ കാര്യത്തിൽ ഇടപെടാൻ? ഓഹോ, അപ്പൊ നീ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. നമ്മുടെ ശാശ്വതികാനന്ദ സ്വാമിയുടെ അവിടെ തെണ്ടി നടന്നിട്ട് എരന്ന് പിടിച്ച് മേടിച്ചിട്ടുള്ള ഒരു പൊസിഷനാണ്. കൊത്തി കൊത്തി ഇപ്പൊ നിർഗന്ധലയിലും കയറി കൊത്തിയില്ലേ പാമ്പാവൻ. പണ്ട് ലാംബെട്ര സ്കൂട്ടറിൽ തെണ്ടി നടന്നുകൊണ്ട് ഗൗരിയമ്മയുടെ അടുത്ത് ഒരു ഷാപ്പ് തരുമോ എന്ന് ചോദിച്ച ഈ എരപ്പാളി. അതെ, അതിലെനിക്ക് അഭിമാനമുണ്ട്. ഇങ്ങനെ തന്നെ ഞാൻ പറയും. കാരണം അയാൾ എരപ്പാളിത്തരമാണ് കേരളത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അയാള് ശ്രീലമ്പടൻ എന്ന് പറഞ്ഞു. ഇയാളുടെ മകൻ ആ തുഷാർ വെള്ളാപ്പള്ളി, അയാള് ശ്രീലമ്പടനല്ലേ? അദ്ദേഹത്തിന്റെ എന്താണ് തേഞ്ഞു തീർന്നതെന്ന് ഇയാൾ പറഞ്ഞ വാക്കാണ്, സ്വന്തം അച്ഛൻ പറഞ്ഞ വാക്കാണ്. അശ്ലീല സാഹിത്യകാരന്മാരെ വരെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള വർണ്ണനകളും. പിന്നെ നരേന്ദ്രമോദി അമിത്ഷയുടെയും പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഹുങ്ക് കാണിക്കരുത് ഇയാള്. അങ്ങനെ ഒരു ബോധം ഉണ്ടായാൽ നന്ന്. ഇയാളുടെ മുട്ടുകാല് തല്ലി ഓടിക്കാൻ കേരളത്തിലെ ഈഴവർക്ക് കഴിയില്ലാഞ്ഞിട്ടല്ല, പക്ഷെ പ്രായം 90 കഴിഞ്ഞു. ഒരുമാതിരി എനിക്കിട്ട് കേട്ടണം മറ്റേ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. ഇനിയെങ്കിലും ഇയാൾ ഈ തന്തയ്ക്ക് പറക്കായ്മ അല്ലെങ്കിൽ ഈ തന്തയില്ലായ്മ ഇവിടെ കാണിക്കാൻ പാടില്ല. പുരസ്കാരം കൊടുത്തു രാജ്യത്തിന്റെ പരമോന്നത സിവിൽ പുരസ്കാരം പത്മഭൂഷൺ. ഗുരുവായൂരപ്പന്റെ കൃപ കൊണ്ട് അതേതായാലും സാധിച്ചു. മമ്മൂട്ടിയെ പോലും അപമാനിക്കുന്ന വിധത്തിലല്ലേ ഈ നാറയ്ക്ക് പിടിച്ച് ഈ അവാർഡ് കൊടുത്തോണ്ട്. ഇയാൾ പറഞ്ഞു ഇയാളുടെ നാട്ടിൽ വന്ന് ഇയാൾ കരിച്ചു കളയുമെന്ന് പറഞ്ഞു. അവൻ എന്റെ കൈ കിട്ടിയ പിഴിഞ്ഞ് ഞാൻ ചാറ് കുടിക്കും. ഇയാൾക്കും ഇയാളുടെ ഗുണ്ടകൾക്കും ഇയാളുടെ മോനും ഇവരൊക്കെ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഇത് ഞാൻ ഇപ്പോഴും കൊച്ചി തന്നെ ഉണ്ട്. സമ്മതിച്ചിരിക്കുന്നു, ചങ്കുറപ്പുള്ളവനാണ് നീ. ഇനി ഇതുപോലെ അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത്. സമയം ഉണ്ടെങ്കിൽ വരാം.